വയലാ വാസുദേവൻ പിള്ളയുടെ പാരിസ്ഥിതികവും സാമൂഹികവുമായ ഒട്ടേറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. ഈ നാടകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന ആശയങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പാരിസ്ഥിതിക തകർച്ചയും വനനശീകരണവും. മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മരങ്ങളും വനങ്ങളും വെട്ടി നശിപ്പിക്കുന്നു. പക്ഷികളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ എങ്ങനെ തകർക്കുന്നു എന്നും ഈ നാടകം മനോഹരമായി കാണിച്ചു തരുന്നു. പക്ഷിശാസ്ത്രജ്ഞനോടൊപ്പം യാത്ര പോയി തിരിച്ചെത്തിയ കിളികൾക്ക് കൂടണയാൻ കൂടില്ല. എല്ലാ മരങ്ങളും ആരോ വെട്ടിമുറിച്ചിരിക്കുന്നു. ആകെ അവശേഷിക്കുന്നത് ഒരാൽമരം മാത്രം. അതിനും വൈകാതെ കോടാലി വീഴും. അധികാരശക്തിയും ചൂഷണവും. അധ്വാനിക്കുന്നവന് അസ്തിത്വവും ഭക്ഷണവും നിഷേധിക്കുന്ന അധികാരവർഗത്തെ നാടകം വിമർശിക്കുന്നു. ഭൂമിയുടെ അവകാശികൾ ഉടമകളല്ല, മറിച്ച് അതിൽ പണിയെടുക്കുന്നവനാണെന്ന് സന്ദേശം ഈ നാടകം നൽകുന്നു. അവർ ഒന്നും തന്നെ വാരിക്കൂട്ടി വെച്ചിട്ടില്ല, അവർക്ക് മണ്ണില്ല എന്ന് ഇടയ്ക്കിടെ പക്ഷിശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്. വിശ്വസ്നേഹവും അഹിംസയും. തന്നെ ദ്രോഹിക്കുന്നവനോടും സ്നേഹത്തോടെ പെരുമാറുന്ന പക്ഷികളിലൂടെ വിശ്വസ്നേഹത്തിൻ്റെ മഹത്തായ പ്രപഞ്ച ദർശനം നാടകം മുന്നോട്ട് വയ്ക്കുന്നു. ഹിംസ ഒന്നിനും പരിഹാരമല്ലെന്നും അഹിംസയുടെ പാതയാണ് ഉത്തമമെന്നും പക്ഷിശാസ്ത്രജ്ഞൻ ഉപദേശിക്കുന്നുണ്ട്. ഉടമയെ കൊത്തി നോവിക്കാമെന്ന് പക്ഷികൾ പറയുമ്പോൾ പക്ഷിശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ചിറകുകൾ കൊണ്ട് അവന് കുളിരേകുക. പ്രശ്നങ്ങളിൽ എപ്പോഴും തളരാതെ മുന്നേറുക. ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ നമുക്ക് മുന്നിൽ വന്നേക്കാം. അവയെല്ലാം കരുത്തോടെ നേരിടുകയാണ് വേണ്ടത്. ചിറകുകളിൽ വെടിയേറ്റിട്ടും ഞാൻ തളരാതെ പറന്നു എന്ന് പറയുന്ന കിളി ഇതിനുത്തമ ഉദാഹരണമാണ്. മനുഷ്യന്റെ പ്രകൃതിയിലേക്കുള്ള മടക്കം. ഇവിടെ കൂട്ടം തെറ്റിപ്പോയ കിളി ഉടമയായി മാറുന്നു. ഭൂമിയിലെ മറ്റുള്ള ജീവജാലങ്ങളെ പോലെ തന്നെ മനുഷ്യനും ജീവിച്ചു. എന്നാൽ എവിടെയോ വെച്ച് അവൻ കൂട്ടം തെറ്റിപ്പോയി. ഈ ഭൂമിയുടെ ഉടമയാണെന്ന് അവൻ സ്വയം തീരുമാനിച്ചു. അവൻ അവൻ്റെ ഗുരുനാഥനെ കൊല്ലുകയും വെളുത്ത പൂക്കൾ ചുവന്ന പൂക്കളായി മാറി. അതായത് പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങി. നാടകത്തിൻ്റെ അവസാനം തൻ്റെ സ്വർണ്ണ ചിറകുകൾ തനിക്ക് തന്നെ നൽകൂ എന്ന് പറഞ്ഞ് കരയുന്ന ഉടമയെ നമുക്ക് കാണാൻ കഴിയും. ആധുനിക മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നു പോയെങ്കിലും ഒടുവിൽ അതിൽ തന്നെ അഭയം തേടേണ്ടി വരുമെന്ന തിരിച്ചറിവ് നാടകം നമുക്ക് നൽകുന്നു.